ഹലോ ഗൈസ്, ഇന്ന് അത്തപ്പൂക്കളം ഫോർത്ത് ഡേ ആയല്ലോ. ഏതൊക്കെ അത്തം, ചിത്തിര, ചോതി, വിശാഖം. അപ്പോഴത്തേക്ക് ഫോർത്ത് ഡേ അത്തപ്പൂക്കളം ഇടാനായിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാനും അമ്മുക്കുട്ടിയും കുളിച്ച് എന്നിട്ട് പൂക്കളൊക്കെ എടുത്ത് റെഡിയാക്കി എല്ലാം നല്ലോണം കട്ട് ചെയ്ത് അടിപൊളിയാക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇന്നത്തെ ഹൈലൈറ്റ് എന്താണെന്നറിയാമോ? താമര. ഞാൻ ഒരു താമര മേടിച്ചായിരുന്നു, നല്ല അടിപൊളിയാണ്. അപ്പോൾ താമര ആണ് ഇന്നത്തെ താരം. അപ്പോഴത്തേക്ക് അത് നമ്മുടെ അത്തപ്പൂക്കളത്തിൻ്റെ സെൻറ്ററിൽ വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ അത്തപ്പൂക്കളം നല്ല സൂപ്പർ അടിപൊളി അത്തപ്പൂക്കളമാവും. അപ്പോഴത്തേക്ക് നമ്മൾ സ്പീഡിൽ തന്നെ പല നിറത്തിലുള്ള പൂക്കളെല്ലാം അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് എല്ലാം സെറ്റാക്കി അടിപൊളിയാക്കി വെച്ചേക്കുക. അപ്പോൾ ഇന്നത്തെ അത്തപ്പൂക്കളം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. അത്രയ്ക്ക് നല്ല ഭയങ്കര കളർഫുള്ളാണ്. നല്ല പുതിയ ഡിസൈനൊക്കെയാണ് ഞാൻ കണ്ടുപിടിച്ചേക്കുന്നത്. വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചേക്കുക. അപ്പോൾ പുറത്ത് പെരുമഴയെന്ന് പറഞ്ഞാൽ പെരുമഴ. അപ്പം നല്ല ചൂടൊക്കെ മാറി നല്ല തണുത്ത വെള്ളത്തിലാണ് കുളിച്ചത്. അപ്പോഴത്തേക്ക് നല്ല നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഒട്ടും ചൂടില്ല, നല്ല തണുത്ത കാറ്റും നല്ല മഴയും. എനിക്ക് മഴയാണ് ഭയങ്കര ഇഷ്ടം. അപ്പോഴത്തേക്ക് എന്തായാലും നല്ല സൂപ്പർ കാലാവസ്ഥയൊക്കെയാണ്. അപ്പോഴത്തേക്ക് ഞാൻ ചോക്ക് വെച്ച് ഇപ്പോൾ അല്ലാതെ എനിക്ക് അറിയത്തില്ല, എന്തായാലും ഞാനൊരു ഡിസൈൻ കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ അതുപോലെ ആവുമെന്നൊന്നും അറിയത്തില്ല, അത്രയ്ക്കൊന്നും ഭയങ്കര വരയ്ക്കാനൊന്നും അറിയത്തില്ലല്ലോ. എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചോക്കൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ടേ. എന്തായാലും ഫൈനൽ റിസൾട്ട് നിങ്ങൾ നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോഴത്തേക്ക് ഞാൻ ഡിസൈൻ എല്ലാം റെഡിയായേ. എന്നിട്ടാണെങ്കിൽ നമ്മുടെ താരത്തിനെ കൊണ്ട് വെച്ചിട്ടുണ്ടേ, നമ്മുടെ അടിപൊളി വലിയ താമര. അപ്പോഴത്തേക്ക് താമരയും കൂടെ വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ സെൻറ്ററിൽ വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ അത്തപ്പൂക്കളം അടിപൊളി അത്തപ്പൂക്കളം ആവും. അപ്പോഴത്തേക്ക് അമ്മുക്കുട്ടിയായിരുന്നു അത്തപ്പൂക്കളം അതിൻ്റെ നമ്മുടെ താമര അവിടെ വെക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ചാടിക്കയറി അങ്ങ് വെച്ച് കേട്ടോ. അപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് പിണങ്ങി അമ്മുക്കുട്ടി. എന്നാലും നമ്മൾ കണ്ടിന്യൂ ചെയ്യാമെന്ന്, പിണങ്ങി പോയിട്ടില്ല. അപ്പോൾ നമ്മളെന്താ സെൻറ്ററിൽ നമ്മൾ താമര വെച്ചു, പിന്നെന്താ ചുറ്റും വെള്ളപ്പൂ വെച്ചു, പിന്നെന്താ നമ്മുടെ റോസാപ്പൂ നല്ല അടുക്കി വെച്ച് നല്ല സൂപ്പർ നല്ല നല്ല അടിപൊളി അത്തപ്പൂക്കളാക്കി. എന്നിട്ടെന്താ നമ്മൾ കൊങ്ങിണിപ്പൂ, ഓറഞ്ച് കൊങ്ങിണിപ്പൂ വെച്ചിട്ടുണ്ടേ. വെച്ചിട്ട് ഇനിയും അതിൻ്റെ നടുക്ക് കണ്ടില്ലേ ഒരു ഗ്യാപ്പ് ഇട്ടേക്കുന്നത്, അവിടെ വാടാമല്ലി വെക്കാമെന്നായിരുന്നു എൻ്റെ ഐഡിയ. അപ്പോഴത്തേക്ക് ആ ഗ്യാപ്പിൽ നമ്മൾ സൂക്ഷിച്ച് നല്ല അടിപൊളിയായിട്ട് വാടാമല്ലി വെക്കാൻ പോവാം. അപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും സർക്കസ് തുടങ്ങാൻ പോവുകയാണേ. എന്തായാലും കുറച്ച് മെനക്കെട്ട് ഇരുന്നെങ്കിലല്ലേ നമുക്ക് അത്തപ്പൂക്കളം റെഡിയാവൂ. അങ്ങനെ ഞാൻ ആ ഗ്യാപ്പെല്ലാം അപ്പോഴത്തേക്ക് ആ ഗ്യാപ്പും കൂടെ ഫില്ല് ചെയ്തപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായി. കഴിഞ്ഞ വർഷമൊക്കെ വെറുതെ ഞാൻ വേറെ ഐഡിയ ഒന്നും കൊണ്ടുവന്നില്ലായിരുന്നു. ഇപ്പോഴാണ് പുതിയ ഐഡിയയൊക്കെ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട്, ഒരു പ്രോത്സാഹനം കൊണ്ടൊരു എനർജി കിട്ടി. അങ്ങനെ എന്താ ഒരു ഇത് കിട്ടി. അപ്പോഴത്തേക്ക് എന്താ അത്തപ്പൂക്കളം നമ്മൾ ഒരു ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് ഇനി അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ പൂക്കളൊക്കെ കൊണ്ട് ഫില്ല് ചെയ്യണം. അങ്ങനെ നമ്മുടെ അത്തപ്പൂക്കളം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് കുറച്ച് വലിയ അത്തപ്പൂക്കളമായതുകൊണ്ട് ഇരിക്കാനും അത്തപ്പൂക്കളം ഇടാനും കുറച്ച് പ്രയാസമുണ്ട്. എന്നാലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഇടയിൽ ഇത് പൂക്കൾ ഫില്ല് ചെയ്യും. ഇപ്പം ഞാൻ ഓറഞ്ച് കൊങ്ങിണിപ്പൂവായിരുന്നു ഫില്ല് ചെയ്തത്. ഇനിയിപ്പം മഞ്ഞയാണ് അതിൻ്റെ ഇടയിൽ മഞ്ഞ കംപ്ലീറ്റ് ഇട്ട് കൊടുത്ത് അത് ആ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്ത് എടുക്കുവാണ്. അതിൻ്റെ ഇടയിൽ പിങ്ക് ഷെയ്ഡുള്ള പൂവും നമ്മൾ അതിൻ്റെ ഗ്യാപ്പിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാം കൂടെ അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ക്യാമറ അപ്പോൾ ഈ പൂക്കൾ ഇടുന്നതും വീഡിയോ എടുക്കുന്നതും രണ്ടും കൂടെ ചെയ്യുവാണ്. അപ്പോഴത്തേക്ക് എനിക്കൊരു സംശയം, പൂക്കളം കാണുന്നോ ഇല്ലയോ എന്ന്.
എന്തായാലും നല്ല വ്യക്തമായിട്ട് കാണാമല്ലോ. അപ്പോൾ ഒരു സൈഡേ കാണുന്നുള്ളൂ. എന്നാലും നമ്മൾ മഞ്ഞ കൊങ്ങിണിപ്പൂവും കൂടെ ഇട്ട് നമ്മുടെ അത്തപ്പൂക്കളം നല്ല വലിയ അത്തപ്പൂക്കളം ആക്കി എടുക്കുവാണേ. അതിൻ്റെ ഗ്യാപ്പെല്ലാം നല്ലോണം ഫില്ല് ചെയ്ത് കൊണ്ടുവരുവാണേ. അപ്പോഴത്തേക്ക് നമ്മുടെ അത്തപ്പൂക്കളം പിന്നെ ഒരു ഡിസൈനും കൂടെ അതിൻ്റെ ഔട്ടർ ഒരു വട്ടം ഡിസൈനും കൂടെ വട്ടത്തിലും കൂടെ പൂക്കൾ ഇടാനായിട്ട്. അപ്പം ഞാൻ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുക. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി. ഞാനും അമ്മക്കുട്ടിയും കൂടെ ഇത്രയും പൂക്കൾ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് പൂക്കളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ എന്തായാലും ഇനി നമ്മുടെ ലാസ്റ്റ് വെളിയിലുള്ള ഡിസൈനും കൂടെ ഇട്ട് നമുക്ക് നമ്മുടെ അത്തപ്പൂ അത് ഇടുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ അത്തപ്പൂക്കളം നല്ല അടിപൊളി നല്ല പെർഫെക്ഷനിൽ വന്നു. എന്തായാലും പൂക്കൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചേക്കുമല്ലേ. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഫൈനൽ ഡിസൈനും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അത്തപ്പൂക്കളം നല്ല സൂപ്പർ നല്ല പെർഫെക്റ്റ് നല്ല അടിപൊളി അത്തപ്പൂക്കളാക്കി എടുക്കുവാണേ. അപ്പം ഞാനും കൂടെ ഇടാം. അപ്പോൾ വീണ്ടും ബാലൻസ് വന്നു. അപ്പോഴത്തേക്ക് അതും കൂടെ ഇട്ട് നമ്മുടെ അത്തപ്പൂക്കളം നല്ല റെഡിയാക്കി എടുക്കുവാണേ. അപ്പം നമുക്ക് പൂക്കൾ കുറച്ചുകൂടെ കട്ട് ചെയ്ത് വെച്ചത് ഉള്ളതുകൊണ്ട് അതും കൂടെ ഇട്ട് നമ്മുടെ അത്തപ്പൂക്കളം നല്ല അടിപൊളി നല്ല വലിയ അത്തപ്പൂക്കളായേ. അപ്പോഴത്തേക്ക് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം ഒക്കെ പറയണേ. എല്ലാവരും ഇഷ്ടമായോ? അത്തപ്പൂക്കളം എങ്ങനെ ഉണ്ട്? അടിപൊളിയാണോ? ഇതുവരെ ഇട്ടേന്നും ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാണ്. അപ്പോഴത്തേക്ക് എന്തായാലും നമ്മുടെ അത്തപ്പൂക്കളം നല്ല സൂപ്പർ അത്തപ്പൂക്കളായിട്ട് വരുന്നുണ്ട്. പുറത്ത് നല്ല മഴയും ഒക്കെ പെയ്യുന്നുണ്ട്. എന്തായാലും മഴ കാരണം ചൂടൊന്നുമില്ല, നല്ല നന്നായിട്ട് നിൽക്കുക. അപ്പോൾ പൂവ് ഒരുപാട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഞാൻ ബാക്കി പൂവും കൂടെ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ഔട്ടർ ഡിസൈൻ ഇല്ലേ, അതിനകത്ത് കുറച്ച് പൂവും കൂടെ നമ്മൾ ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറേ കട്ട് ചെയ്ത് വെച്ച് കേട്ടോ, ഞാനും അമ്മക്കുട്ടിയും കൂടെ തികയത്തില്ലെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് ഒരുപാട് പൂ ബാലൻസ് ഉണ്ട്. അത് സാരമില്ല, നമ്മുടെ ഔട്ടർ കുറച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല കുറച്ച് കൂടുതൽ പൂ വരുമ്പോഴത്തേക്ക് നമ്മുടെ അത്തപ്പൂക്കളം നല്ല അടിപൊളിയായിട്ട് വരും. കുറച്ച് വലിയ അത്തപ്പൂക്കളം ആവും. പിന്നെ ബാക്കി ഓറഞ്ച് കളറും കൂടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ അത്തപ്പൂക്കളം നല്ല സൂപ്പർ അടിപൊളി അത്തപ്പൂക്കളം ആവും. എന്തായാലും വലിയ അത്തപ്പൂക്കളായതുകൊണ്ട് അവിടെ ഇരുന്ന് ഇടാനും നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഞാൻ കുറേ സർക്കസൊക്കെ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ എഴുന്നേക്കും? എന്തായാലും കഷ്ടപ്പെട്ട് കാലൊക്കെ കുത്തി എഴുന്നേറ്റ് എന്തായാലും നമ്മുടെ അത്തപ്പൂക്കളം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ ഗൈസ്, നല്ല വലിയ അത്തപ്പൂക്കളമായി. അങ്ങനെ നമ്മുടെ 4th ഡേ അത്തപ്പൂക്കളം നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ടായിട്ട് പോലും നമ്മൾ നല്ല അടിപൊളിയായിട്ട് സക്സസ്ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി എന്താ? ഫോട്ടോ എടുപ്പ്. അതിനു വേണ്ടി ഞാൻ റെഡിയായിട്ട് അത്തപ്പൂക്കളത്തിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുവാണ്. അങ്ങനെ നമ്മുടെ 4th ഡേ അത്തപ്പൂക്കളം നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു. എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ലൈക്കൊക്കെ അടിക്കണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും ലൈക്ക് ചെയ്യണം, എല്ലാവരും നല്ല കമൻസൊക്കെ ഇടണേ. എല്ലാവരും ഇഷ്ടമായോ എന്നൊക്കെ പറയണേ. എൻ്റെ പൂക്കളം എങ്ങനെ ഉണ്ടെന്നൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. ഞാൻ എന്തായാലും കമൻസ് എല്ലാം എനിക്ക് ടൈം കിട്ടുമ്പോൾ എല്ലാം നോക്കി റിപ്ലൈ ഒക്കെ തരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇത്രയും ദിവസം സപ്പോർട്ട് ചെയ്ത പോലെ കൂടെ നിൽക്കും. എല്ലാ വീഡിയോസും ലൈക്ക്, ഷെയർ, കമൻസൊക്കെ ഇട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മുടെ അത്തപ്പൂക്കളം കണ്ടില്ലേ, നല്ല അടിപൊളി
എന്തായാലും അത്തപ്പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയും ഏതാണ്ട് തീർന്ന കോള. ഇനിയിപ്പം ഇപ്പോൾ 4th ഡേ വരെ ആയില്ലേ, ഇനിയിപ്പം നാളെ എന്തായാലും ഒരു പുതിയ എന്തെങ്കിലും ഒരു വെറൈറ്റി ഡിസൈൻ, ചിലപ്പോൾ എനിക്ക് നാളെ ഒരു ഫങ്ഷനൊക്കെ പോകേണ്ടി വരും. എന്നാലും അതനുസരിച്ച് രാവിലെ എഴുന്നേറ്റിട്ട് എന്തായാലും നമ്മുടെ അത്തപ്പൂക്കൾ, അതാണല്ലോ നമ്മുടെ നമ്മുടെ പ്രയോറിറ്റി. എന്തായാലും അത്തപ്പൂക്കൾ കിട്ടട്ടെ, ഞാൻ ഫങ്ഷനൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ അതിരാവിലെ എഴുന്നേൽക്കണം, അതിന് മുമ്പ് ഡിസൈനൊക്കെ കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മുടെ അത്തപ്പൂക്കളെ റെഡിയാക്കണം. എന്തായാലും ഇനിയിപ്പോൾ 4th ഡേ വരെ നമ്മൾ നല്ല അടിപൊളിയാക്കി നമ്മുടെ വീഡിയോസും എല്ലാം നല്ല സൂപ്പറാക്കി എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എന്നെ എല്ലാവരും സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ ചെയ്ത് ലൈക്കൊക്കെ ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും അത്തപ്പൂക്കളത്തിന് പണി കഴിഞ്ഞു. ഇനി വേണം അടുക്കളയിൽ കയറി ചോറും കറിയും ഒക്കെ ഉണ്ടാക്കാം, പാത്രം കഴുകാനും തുണി കഴുകാനും, അങ്ങനെ ഒരുപാട് ജോലിയുണ്ട്. അപ്പോഴത്തേക്ക് ഓടിപ്പോയി എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ഇനി നാളെ 4th വരെയല്ലേ നമ്മളിട്ടത്, 5th ഡേ അത്തപ്പൂക്കളമായിട്ട് നാളെ കാണാം. അപ്പോഴത്തേക്ക് ടാറ്റാ, ബൈ ബൈ, ലവ് യു ഗൈസ്. അപ്പോൾ ശരി, നാളെ നമ്മുടെ 5th ഡേ അത്തപ്പൂക്കളം വീഡിയോയായിട്ട് നമുക്ക് കാണാം. ലവ് യു ഓൾ, ടാറ്റാ, ബൈ ബൈ.